ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 31 ആരംഭിക്കും. ഇടക്കാല കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സംസ്ഥാനത്ത് മികച്ച പ്രതികരണം. കേന്ദ്ര സഹമന്ത്രിമാരായ വി മുരളീധരനും ശോഭ കരന്തലാജെയും തിരുവനന്തപുരത്ത് യാത്രയിൽ പങ്കെടുത്തു. മകരവിളക്കിനൊരുങ്ങി ശബരിമല സന്നിധാനം. ചരിത്ര പ്രസിദ്ധമായ എരുമേലി ചന്ദനക്കുടം ഘോഷയാത്രയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാവും. സിറോ മലബാർ സഭയുടെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റു. 2023 ഓടക്കുഴൽ പുരസ്കാരം കവി PN ഗോപികൃഷ്ണന്. തുലാവർഷം കേരളത്തിൽ നിന്നും ഈ മാസം 15 പൂർണ്ണമായും പിൻവാങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഈ മാസം 31 തുടക്കമാകും. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമാവുക. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കും. അടുത്ത മാസം 9 വരെയാണ് ബജറ്റ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സംസ്ഥാനത്ത് മികച്ച പ്രതികരണം. തിരുവനന്തപുരത്ത് നടന്ന യാത്രയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ വി മുരളീധരനും ശോഭ കരന്തലാജെയും പങ്കെടുത്തു. കേന്ദ്ര പദ്ധതികൾ ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകണമെന്ന് ശ്രീമതി ശോഭ കരന്തലാജെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ രാഷ്ട്രീയം കാണരുതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി കിഴക്കേക്കോട്ടയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. വർക്കല മണമ്പൂരിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ മികച്ച അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. പ്രധാനമന്ത്രി തൊഴിൽ ദായക പദ്ധതി ഗുണഭോക്താവും വനിതാ സംരംഭകയുമായ കോഴിക്കോട് സ്വദേശി ഗിരിജ ഷാജി തന്റെ സന്തോഷം ആകാശവാണി വാർത്തകളുമായി പങ്കുവെക്കുന്നു. ഞാൻ ഗിരിജ ഷാജി, കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലെ കാവുംവട്ടം എന്ന പ്രദേശത്താണ് എൻ്റെ സ്ഥാപനം. GS മെറ്റൽസ് എന്ന പേരിൽ 2011 PMEGP സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സ്ഥാപനം ആരംഭിക്കുന്നത്. ഇതിൽ ഞാനടക്കം 5 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് ജോലി ചെയ്യുന്നത്. കൊറോണയുടെ സമയത്തും പ്രളയത്തിൻ്റെ സമയത്തൊക്കെ തന്നെ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ സ്കീമിൽ ഉൾപ്പെടുത്തിയതായതുകൊണ്ട് തന്നെ ബാങ്ക് ഓഫ് ബറോഡയാണ് എൻ്റെ ലോണ് ചെയ്തിട്ടുള്ളത്. അവർ അതിന് വേണ്ടിയിട്ടുള്ള മോർട്ടോറിറ്റിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ സജീവമായി എന്നെ സഹായിച്ചതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും വളരെ വിജയകരമായി ഈ സംരംഭം മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് കൊല്ലം ജില്ലയിൽ ചിന്നക്കടയിൽ നടന്നു. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിലും തകഴി ഗ്രാമപഞ്ചായത്തിലുമാണ് യാത്ര ഇന്ന് എത്തിച്ചേർന്നത്. കോട്ടയം ജില്ലയിൽ കുമരകം, ഇടുക്കിയിലെ വണ്ടൻമേട്, കാഞ്ചിയാർ എന്നിവിടങ്ങളിലും ഇന്ന് പര്യടനം നടന്നു. തൃശൂർ പൂങ്കുന്നം, കൂർക്കഞ്ചേരി, ചെമ്പൂക്കാവ് എന്നിവിടങ്ങളിലും യാത്ര ഇന്നെത്തി. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിലായിരുന്നു ഇന്നത്തെ നഗര പര്യടനം. മലപ്പുറം ജില്ലയിലെ നഗരമേഖലകളിലൂടെ യാത്രയ്ക്ക് ഇന്ന് പെരിന്തൽമണ്ണയിൽ തുടക്കമായി. ജില്ലയിലെ തൃപ്രങ്ങോട്, തലക്കാട് പഞ്ചായത്തുകളിലും യാത്ര ഇന്ന് പര്യടനം നടത്തി. സിറോ മലബാർ സഭയുടെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റു. സഭയുടെ കേന്ദ്ര കാര്യാലയമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടന്ന ചടങ്ങിലായിരുന്നു സ്ഥാനാരോഹണം. മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ തിരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി, ആർച്ച് ബിഷപ്പ് ലിയോപോൾ ജിറല്ലി, മെത്രാൻമാർ, രൂപതാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 2023 ഓടക്കുഴൽ അവാർഡ് കവി PN ഗോപികൃഷ്ണന്. കവിത മാംസഭോജിയാണ് എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം. മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്കായി നൽകി വരുന്ന പുരസ്കാരം ഫെബ്രുവരി 2 ഡോക്ടർ M ലീലാവതി സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മകരവിളക്കിനൊരുങ്ങി ശബരിമല സന്നിധാനം. ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ ശബരിമലയിൽ ഒരുക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. 4 ലക്ഷത്തിലധികം ഭക്തർ ഇക്കുറി മകരജ്യോതി ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും മറ്റന്നാൾ പുറപ്പെടും. മകരവിളക്ക് ദിവസമായ 15 ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവാഭരണ ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് സ്വീകരിക്കും. തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയും മകരജ്യോതി ദർശനവും തുടർന്ന് നടക്കും. ചരിത്ര പ്രസിദ്ധമായ എരുമേലി ചന്ദനക്കുടം ഘോഷയാത്ര ഇന്ന്. മന്ത്രി VN വാസവൻ അല്പസമയത്തിനകം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ശബരിമല മകരവിളക്കിന് മുന്നോടിയായുള്ള പ്രധാന ആചാരങ്ങളിലൊന്നായ എരുമേലി പേട്ടതുള്ളൽ നാളെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു.
മതാതീത സാഹോദര്യത്തിന്റെയും സന്ദേശമുണർത്തുന്ന പേട്ടതുള്ളലിന്റെയും ചന്ദനക്കുട ഘോഷയാത്രയുടെയും ഭക്തി നിറവിലാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന ഇടത്താവളമായ എരുമേലി. പേട്ടതുള്ളലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എരുമേലി മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ചന്ദനക്കുട ഘോഷയാത്ര നഗരം ചുറ്റി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും പേട്ട ശാസ്താക്ഷേത്രത്തിലും സ്വീകരണം ഏറ്റുവാങ്ങി പുലർച്ചെയോടെയാണ് സമാപിക്കുക. ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘവും ജമാഅത്ത് പ്രതിനിധികളും സാമുദായിക പ്രതിനിധികളും നൈനാർപള്ളി ഓഡിറ്റോറിയത്തിൽ സൗഹൃദ സമ്മേളനം ചേർന്നു. നാളെ ഉച്ചയോടെ അമ്പലപ്പുഴ സംഘവും ഉച്ചകഴിഞ്ഞ് ആലങ്ങാട് സംഘവും പേട്ട കെട്ടും. നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകി. സംസ്ഥാന ബജറ്റ് അവതരണം ഫെബ്രുവരി 5 നിന്ന് 2 മാറ്റണമെന്നും കത്തിൽ പരാമർശമുണ്ട്. കെ.പി.സി.സി രാഷ്ട്രീയ ജാഥ കണക്കിലെടുത്താണ് പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യം. ഈ മാസം 25 മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരത നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തത് രാഷ്ട്രീയമായ തീരുമാനമാണെന്നും ക്ഷേത്രത്തെയും മതത്തെയും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമത്തോടാണ് കോൺഗ്രസിന്റെ വിയോജിപ്പെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന കോൺഗ്രസ് നിലപാട് ഹൈന്ദവ സമൂഹത്തിനെതിരായ അവഹേളനമെന്ന് കേന്ദ്രമന്ത്രി വി. മുരളീധരൻ. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗിന്റെ കാൽക്കൽ നിലപാട് അടിയറവ് വെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെയാണ് പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കേണ്ടെന്ന കോൺഗ്രസ് തീരുമാനം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വായനശാലകളിലെ കൂട്ടായ്മകൾ കേരളത്തെ പുരോഗമന സമൂഹമാക്കി വളർത്തിയെടുക്കുന്നതായും സാക്ഷര കേരളം വിജ്ഞാന കേരളമാകുന്നതിന്റെ ദൃഷ്ടാന്തമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 7ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മന്ത്രി മുഹമ്മദ് റിയാസ്, സാഹിത്യകാരൻ M.T. വാസുദേവൻ നായർ, മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ, നടി ഷീല, എഴുത്തുകാരി K.R. മീര തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ അറിവിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശവാഹകരാകണമെന്ന് ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ള. ഇടുക്കി മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ സംഘടിപ്പിച്ച ദേശീയ യുവജന ദിനാചരണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സംഗീത പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ P.R. കുമാര കേരളവർമ്മയ്ക്ക് 2021 പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ജനുവരി 15 തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. മൊഹാലിയിലെ പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ IS ബിന്ദ്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ രോഹിത് ശർമ്മ ഇന്ത്യൻ സംഘത്തെ നയിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 63 പോയിന്റ് ഉയർന്ന് 71,721 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 28 പോയിന്റ് ഉയർന്ന് 21,647 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 5,760 രൂപയും പവന് 46,080 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 31 ആരംഭിക്കും. ഇടക്കാല കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് സംസ്ഥാനത്ത് മികച്ച പ്രതികരണം. കേന്ദ്ര സഹമന്ത്രിമാരായ വി. മുരളീധരനും ശോഭ കരന്തലാജയും തിരുവനന്തപുരത്ത് യാത്രയിൽ പങ്കെടുത്തു. മകരവിളക്കിനൊരുങ്ങി ശബരിമല സന്നിധാനം. ചരിത്ര പ്രസിദ്ധമായ എരുമേലി ചന്ദനക്കുടം ഘോഷയാത്രയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാവും. സിറോ മലബാർ സഭയുടെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റു. 2023 ഓടക്കുഴൽ പുരസ്കാരം കവി P.N. ഗോപികൃഷ്ണന്. തുലാവർഷം കേരളത്തിൽ നിന്നും ഈ മാസം 15 പൂർണ്ണമായും പിൻവാങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.